ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് KPST CM കിഡ്സ് LP സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ LSS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിർദ്ദേശങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 1. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വഴി പ്രസ്താവനകളിൽ യോജിക്കാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 1. തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരെല്ലാം അതിനെ മറികടക്കുന്നവരാണ്. 2. ജീവിതത്തിൽ പ്രയാസങ്ങൾ നമ്മെ വിജയിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. 3. ലക്ഷ്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഒരിക്കലും നമ്മുടെ വിജയത്തിന് തടസ്സമാവില്ല. 4. പരാജയപ്പെടുമെന്ന് ഉറപ്പായാൽ ശ്രമം ഉപേക്ഷിക്കുകയാണ് നല്ലത്. ഓപ്ഷൻ എ 2, 4. ഓപ്ഷൻ ബി 3, 4. ഓപ്ഷൻ സി 1, 2, 4. ഓപ്ഷൻ ഡി 3, 1. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, 1, 2, 4 ആണല്ലേ. യോജിക്കാത്തതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1, 2, 4. ഓപ്ഷൻ സി 1, 2, 4. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. നിർഭയ സുഗതകുമാരി, കാട്ടിലോടുന്ന വണ്ടി ONV, കാത്തിരിപ്പ് വള്ളത്തോൾ, കറുമ്പിപ്പയ്യ് ഇടശ്ശേരി. അപ്പോൾ 2, 4 തെറ്റ്. ഓപ്ഷൻ ബി 2, 4 ശരി. ഓപ്ഷൻ സി 1, 4 ശരി. ഓപ്ഷൻ ഡി 1, 4 തെറ്റ്. ഇതിലേതാണ് ആൻസർ? അതെ, 1, 4 ശരി എന്നുള്ളതാണ് അല്ലേ. 1, 4 ശരി. ഓക്കെ, നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകൾ, പാൽപുഞ്ചിരി പൊഴിക്കുന്ന മുഖം, ഇവയൊക്കെ സന്തോഷം സൂചിപ്പിക്കുന്ന വിശേഷങ്ങളാണ്. എങ്കിൽ താഴെ പറയുന്നവയിൽ സങ്കടം എന്ന വാക്കുമായി ബന്ധപ്പെട്ട് ചേർക്കാവുന്ന വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? ആനന്ദക്കണ്ണീർ ധാരധാരയായി ഒഴുകി, വദനാംബുജം വാടി, സങ്കടത്തിരമാല ആഞ്ഞടിച്ചു, കണ്ണീർ കുടിപ്പിച്ചു. 1, 3 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. ഓപ്ഷൻ എ 2, 3 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? അതെ, ഓപ്ഷൻ 2, 3 എന്നിവ ശരിയാണല്ലേ. 2, 3 ശരിയാണ്. സങ്കടമല്ലേ. 2, 3 ശരിയാണ്. ഓപ്ഷൻ എ 2, 3 ശരിയാണ്. ഇനി 4ാമത്തെ ചോദ്യം. അമ്മു 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ പഠിക്കാൻ വളരെ മിടുക്കിയുമാണ്. പക്ഷെ അവൾക്കൊരു ദുശീലമുണ്ട്. ഇടയ്ക്കിടെ നഖം കടിച്ചുകൊണ്ടേയിരിക്കും. എന്തിനും ഏതിനും പഴഞ്ചൊല്ലുകൊണ്ട് മറുപടി പറയുന്ന അമ്മുവിൻ്റെ മുത്തശ്ശി ഇത് കണ്ട് അവളോട് പറയാൻ ഇടയുള്ള പഴഞ്ചൊല്ല് ഏതായിരിക്കും? 10 ഗുണം 10 ഗുണം, ചൊട്ടയിലെ ശീല ചുടലവരെ, വെട്ടൊന്ന് മുറി 2, കാണം വിറ്റും ഓണം ഉണ്ണണം. അപ്പോൾ ഇതിൽ ഏതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഓപ്ഷൻ ബി ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നുള്ളതാണല്ലേ. ഓക്കെ, 5ാമത്തെ ചോദ്യം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുകയിലെ വിവേകികൾ, കുമാരനാശാന്റെ വരികളാണല്ലേ. അപ്പോൾ ഈ വരികളുടെ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ഗദ്യഭാഗം തിരഞ്ഞെടുത്തെഴുതുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം സഫലമാക്കുന്നവരാണ് യഥാർത്ഥ വിവേകികൾ. അന്യർക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നവരാണ് വിവേകികൾ. പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യുന്നവരാണ് വിവേകികൾ. അതിൽ 1, 4 ശരി. ഓപ്ഷൻ ബി 2, 3 ശരി. ഓപ്ഷൻ സി 1, 3 ശരി. ഓപ്ഷൻ ഡി 2, 4 ശരി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? അത് ഓപ്ഷൻ ബി ആണല്ലേ. 2, 3 ശരി. 2, 3 അല്ല, 1, 3 ശരിയല്ലേ. 1, 3 ശരി. മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം സഫലമാക്കുന്നവരാണ് യഥാർത്ഥ വിവേകികൾ. ഇനി പരോപകാരമാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. അപ്പോൾ ഈ 1, 3 ശരി. ഓക്കെ, നെക്സ്റ്റ്. അനക്കാതടർത്തുമ്പോഴെന്നെ, ഇത് പിരിച്ചെഴുതിയാൽ അനക്കാതടർത്തുമ്പോഴെന്നെ, അനക്കാതെ അടർത്തുമ്പോൾ എന്നെ, അനക്കാതടർത്തു പ്ലസ് മ്പോഴെന്നെ, അനക്കാതെ അടർത്തുമ്പോൾ പ്ലസ് എന്നെ. ഇതിലേതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? അനക്കാതെ അടർത്തുമ്പോൾ എന്നെ എന്നുള്ളതാണല്ലേ. 6th ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, 6th യെസ് ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ.
ദെൻ അനുയോജ്യമായ പ്രയോഗം കണ്ടെത്തുക. നീണ്ട യാത്ര കഴിഞ്ഞ മുത്തശ്ശി നഗരത്തിലെ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. പുറത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നപ്പോൾ മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ജനിച്ച് വളർന്ന വീടിൻ്റെയും ഗ്രാമത്തിൻ്റെയും പഴയ ഓർമ്മകൾ മഴ പോലെ പെയ്തു തോർന്നു, ഇരമ്പിയാർത്തു, പൊട്ടിമുളച്ചു, തണുത്തുറഞ്ഞു. അപ്പോൾ ഇതിലേതായിരിക്കും? മുത്തശ്ശിയുടെ മനസ്സിലേക്ക് ജനിച്ചു വളർന്ന വീടിൻ്റെയും ഗ്രാമത്തിൻ്റെയും പഴയ ഓർമ്മകൾ. ഇവിടെ എന്തായിരിക്കും വരേണ്ടത്? പഴയ ഓർമ്മകൾ എന്താണ് കൂട്ടുകാരെ? പൊട്ടിമുളച്ചു എന്നായിരിക്കും അല്ലേ? പൊട്ടിമുളച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മരണത്തിന്റെ മണം പരത്തുന്ന രോഗമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്. എങ്കിലും പ്രയാസങ്ങളിൽ തളരാതെ അദ്ദേഹം ഈ സാഹചര്യം വിജയത്തിലേക്കുള്ള പടികളാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശുഭപ്രതീക്ഷകളിൽ വിശ്വാസമർപ്പിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. ഓപ്ഷൻ ബി, എല്ലാവരും തന്റെ ആരോഗ്യത്തെപ്പറ്റി ആശങ്കപ്പെട്ടപ്പോൾ അദ്ദേഹം മുന്നേറാനുള്ള തന്റെ തീരുമാനം മാറ്റിവെച്ചു. ഓപ്ഷൻ സി, പ്രിയപ്പെട്ടവരുടെ പിന്തുണയും സാങ്കേതിക വിദ്യയുടെ സഹായവും അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പ്രധാന കണ്ണികളായിരുന്നു. ഓപ്ഷൻ ഡി, തന്റെ അചഞ്ചലമായ മനോബലം മറ്റെന്തിനേക്കാളും മുകളിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ ഇതിലേതായിരിക്കും വരിക? അതെ, ഓപ്ഷൻ ബി അല്ലെ. എല്ലാവരും തന്റെ ആരോഗ്യത്തെ പറ്റി ആശങ്കപ്പെട്ടപ്പോൾ അദ്ദേഹം മുന്നേറാനുള്ള തന്റെ തീരുമാനം മാറ്റിവെച്ചു. ഒൻപതാമത്തെ ചോദ്യം. പവനൻ, മാരുതൻ, തെന്നൽ ഇവ താഴെ പറയുന്നവയിൽ ഏതിന്റെ പര്യായ പദങ്ങളാണ്? മല, പുഴ, കാറ്റ്, തുമ്പി. ഏതിന്റെയാണ് കൂട്ടുകാരി? അതേ, കാറ്റാണ് അല്ലെ. കാറ്റിന്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ? പവനൻ, മാരുതൻ, തെന്നൽ. ഒരു തരി കസ്തൂരി ഗന്ധം എവിടെയോ കാറ്റിൽ കലരുന്നു. എൻ കക്കാട്. സഫലമീ യാത്ര. കവിതയിലെ ഈ വരികൾ ഏത് പഞ്ചേന്ദ്രിയത്തെക്കുറിച്ചാണ് പ്രതിനിധീകരിക്കുന്നത്? ഒരു തരി കസ്തൂരി ഗന്ധം എവിടെയോ കാറ്റിൽ കലരുന്നു. ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി മൂക്ക്, ഓപ്ഷൻ സി നാക്ക്, ഓപ്ഷൻ ഡി ത്വക്ക്. ഏതായിരിക്കും ആൻസർ? അതെ, ഓപ്ഷൻ ബി മൂക്ക് അല്ലേ. ഓപ്ഷൻ ബി മൂക്ക്. ഇതിന് ഇംഗ്ലീഷ് നോക്കാം. നെക്സ്റ്റ് നമുക്ക്. വൺ ഡേ a traveler arrived at a village. He was very tired after the long journey. Find out the synonym of the underlined word. Exhausted ആണല്ലേ. Very tired means exhausted അല്ലേ. Exhausted. The next question നോക്കാം. What fantastic tales did he read out to them? Choose the appropriate emotion of the given sentence from the option below. Fear, sadness, wonder, anger. ഏതായിരിക്കും? എളുപ്പല്ലേ കൂട്ടുകാരെ? ഏതാ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? യെസ്, ഓപ്ഷൻ സി വണ്ടർ അല്ലേ. എക്സ്ക്ലമേഷൻ മാർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ സി വണ്ടർ ആണ് ആൻസർ വരുന്നത്. ദെൻ വിച്ച് ഈസ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വോക്ക്, വോക്ക്ഡ്, ടേസ്റ്റ്, ടേസ്റ്റഡ്, റൈറ്റ്, റൈറ്റഡ്, കുക്ക്, കുക്ക്ഡ്. അതും എളുപ്പമായിരുന്നല്ലേ. ഓപ്ഷൻ സി ആണല്ലേ വന്നിട്ടുള്ളത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. Then choose the logical reason. We have to read book because they help us to learn new things. They do not improve our knowledge. They teach us good values. They are boring. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ചൂസ് ദ ലോജിക്കൽ റീസൺ അല്ലേ. വി ഹാവ് ടു റീഡ് ബുക്ക് ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് വായിക്കുന്നത്? ദേ ഹെൽപ്പ് us to learn new things. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കും അല്ലേ. ദേ ഡു നോട്ട് ഇംപ്രൂവ് അവർ നോളജ്. നമ്മളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ദേ ടീച്ച് us ഗുഡ് വാല്യൂസ്. നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ദേ ആർ ബോറിംഗ്. അപ്പോൾ ബോറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ. 1 and 2, then 1 and 4, then 1, 2 and 3. ഓപ്ഷൻ ഡി 1 and 3. അപ്പോൾ ഇതിന്റെ ലോജിക്കൽ റീസൺ എന്തായിരിക്കും കൂട്ടുകാരെ? ലോജിക്കൽ റീസൺ എന്ന് പറയുന്നത് യെസ് ഡി അല്ലേ. 1 and 3 ഏതൊക്കെയാണ്? ദേ ഹെൽപ്പ് us to learn new things and യെസ് 1 and 3 അല്ലേ വരിക. ഓപ്ഷൻ 1 and 3 അല്ലേ. ദേ ടീച്ച് us ഗുഡ് വാല്യൂസ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 1 and 3. Then next question നോക്കാം. Read the following passage and answer the questions given below. The children wanted to make beautiful garden in their school. കുട്ടികൾക്ക് എന്താണ്? അവരുടെ സ്കൂളിൽ ഒരു പുതിയ ഗാർഡൻ നിർമ്മിക്കണം അല്ലേ. The headmaster gave some tiny seeds. ഹെഡ്മാസ്റ്റർ എന്ത് ചെയ്യാണ്? കുറച്ച് ചെറിയ സീഡ്സ് അവർക്ക് കൊടുക്കുകയാണ്. The student tried to work alone but they tired. സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് വളരെയധികം പണിയെടുത്ത് അവരെന്തായി? വളരെയധികം ടയേർഡായി, ക്ഷീണിച്ചു. Then they decided to join hands and work together. They dug the soft soil and sowed the tiny
seeds, the others watered. In a few days, the garden started to bloom with colorful flowers. The children were very happy. The student desired to join hands. Here, to join hands means ഇവിടെ കൈകൾ കോർത്ത് പിടിക്കുക എന്നുള്ളതിന് എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? വർക്ക് എലോൺ, റൺ അവേ ഫ്രം വർക്ക് ടുഗെദർ, ഫീലിംഗ് അഫ്രൈഡ്. ഏതായിരിക്കും? വർക്ക് ടുഗെദർ ആണല്ലേ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, വർക്ക് ടുഗെദർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഈവൻസ് കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫസ്റ്റ് വൺ തന്നെയാണല്ലേ. ദ ഹെഡ് മാസ്റ്റർ ഗേവ് സീഡ്സ്, ദേ ഡഗ് ദ സോഫ്റ്റ് സോയിൽ, ദേ സോൾഡ് ദ ടൈനി സീഡ്സ്, ദേ വാട്ടർ ദ ഗാർഡൻ സ്റ്റാർട്ടഡ് ടു ബ്ലൂം. ഇംഗ്ലീഷൊക്കെ നല്ല എളുപ്പമായിരുന്നല്ലേ ക്വസ്റ്റ്യൻസ്? യെസ്. The Minu was trying to complete the word puzzle. She was confused about the meaning of two words. The clues of each word were like this: to come near, a ray of light, find out the words. To come near, അടുത്ത് വരിക. അതുപോലെ തന്നെ a ray of light, ലൈറ്റിൻ്റെ ഒരു രശ്മി അല്ലേ. അതിന് പറയുന്നത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്രോച്ച് ബീം ലഷ് വാസ്റ്റ് അപ്രോച്ച് ഷെൽട്ടർ. അത് എളുപ്പമാണല്ലോ. ഏതായിരിക്കും കൂട്ടുകാരെ? യെസ്, ഓപ്ഷൻ എ ആണല്ലേ, അപ്രോച്ചും ബീമും. ഓക്കെ, ദെൻ find out the correct word from the options and filling the blanks. Why did the fireman dash Dilna to the fire station? Why did the fireman എന്തിനാണ് വിളിപ്പിച്ചതെന്നല്ലേ? എന്തിനായിരുന്നു? അതെങ്ങനെയാ വരിക? യെസ്, why did the fireman invited Dilna to the fire station? അല്ലേ? സോറി, why did the fireman invite Dilna to the fire station? അല്ലേ? why did the fireman invite Dilna to the fire station? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ Arun reveals the truth. Which of the following are the antonym of reveals? Unreveals, hides, then conceals, hides, then enough, hides, open, conceals. ഇതിൽ ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. Okay, then pick out the apt rhyming words for nightന്. ലൈറ്റ്, ഫൈറ്റ്, വൈറ്റ്, പിറ്റ്, സൈറ്റ്, ടൈറ്റ്, റൈറ്റ്, മൈറ്റ്. അപ്പം ഇതിൽ ഏതായിരിക്കും നൈറ്റിന് വരുന്നത്? നൈറ്റ് എന്നാണല്ലേ. അപ്പം ഏതായിരിക്കും? യെസ്, നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ ആപ്റ്റ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ നൈറ്റ്. ഓക്കെ, ഓപ്ഷൻ എ എന്താ കൊടുത്തിട്ടുള്ളത്? 1, 2 and 4. ബി 1, 3 and 4. ഓപ്ഷൻ സി 1, 2 and 3. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ആൻസർ ഏതാ വരുന്നത്? യെസ്, ലൈറ്റും ഫൈറ്റും പറ്റും അല്ലേ. ലൈറ്റും ഫൈറ്റും പറ്റും, ദെൻ സൈറ്റും ടൈറ്റും പറ്റും, റൈറ്റും മൈറ്റും പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി ആണല്ലേ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നോക്കൂ, 1 മുതൽ 149 വരെ എണ്ണിയാൽ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ടാവും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്ര ഒറ്റസംഖ്യകളാണ് ഉണ്ടാവുക? യെസ്, 75 എണ്ണാണല്ലേ ആൻസർ. ഓപ്ഷൻ ഡി 75. ഇനി 50 മീറ്റർ അകലത്തിൽ 5 പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ ഒന്നാമത്തെയും അഞ്ചാമത്തെയും പോസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്ര? 50 മീറ്റർ അകലത്തിൽ 5 പോസ്റ്റുകൾ സ്ഥാപിച്ചാൽ ഒന്നാമത്തെയും അഞ്ചാമത്തെയും പോസ്റ്റുകൾ തമ്മിലുള്ള അകലാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 100 മീറ്റർ, 250 മീറ്റർ, 200 മീറ്റർ, 150 മീറ്റർ. ഏതായിരിക്കും? അതെ, ഓപ്ഷൻ സി 200 മീറ്റർ ആണല്ലേ. ഓപ്ഷൻ സി 200 മീറ്റർ. ദെൻ തന്നിരിക്കുന്ന അളവുകളിൽ ചതുരം വരയ്ക്കാൻ സാധിക്കുന്ന അളവുകൾ ഏതൊക്കെ? 5, 4, 3, 5, 7, 4, 7, 4, 10, 5, 5, 10, 3, 3, 3, 4. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി 1, 4. ഏതായിരിക്കും ആൻസർ കിട്ടുക? അതെ, ഓപ്ഷൻ സി അല്ലേ. 2ഉം 3ഉം അല്ലേ. ഇത് 2ഉം അല്ലേ. 7, 4, 7, 4, 10, 5, 5, 10. അപ്പോൾ ഓപ്ഷൻ സി ആണല്ലേ ആൻസർ കിട്ടുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി 2, 3. ഓക്കെ, ഇനി 24ാമത്തെ ചോദ്യം. ഒരു സംഖ്യയോട് 400 കൂട്ടുന്നതിന് പകരം 4000 കൂട്ടിയപ്പോൾ കിട്ടിയ തുക 9000 ആണെങ്കിൽ ശരിയായ ഉത്തരം എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടുക? അതെ, ഓപ്ഷൻ ബി 5400 ആണല്ലേ കിട്ടുന്നത്. 5400. ഒരു ടാൻഗ്രാമുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒരു ടാൻഗ്രാമിൽ 7 രൂപങ്ങളുണ്ട്, 5 ത്രികോണങ്ങളുണ്ട്. ത്രികോണങ്ങൾ മാത്രം ചേർന്ന രൂപമാണ് ടാൻഗ്രാം. ആകെയുള്ള ത്രികോണങ്ങളിൽ 2 എണ്ണം വലുതാണ്. ചതുരം, സാമാന്തരികം, ത്രികോണം എന്നിവ ചേർന്ന ഒരു സമചതുരമാണ് ടാൻഗ്രാം. ഓപ്ഷൻ എ 3,
ഓപ്ഷൻ ബി 2, 4, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 5 അല്ലേ. അപ്പോൾ ഇതിൽ ഏതാ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ 3 ആണല്ലേ. ഓപ്ഷൻ എ 3. ദെൻ താഴെ തന്നിരിക്കുന്ന കടങ്കഥയുടെ ഉത്തരമാകാനുള്ള സാധ്യതയുള്ള പ്രസ്താവനകൾ. ഞാൻ 6000-നും 7000-നും ഇടയിലാണ്. അക്കങ്ങളുടെ തുക 9 ആണ്. എന്നിൽ 0 ഇല്ല. 1000-ന്റെ സ്ഥാനത്ത് 6 ആയിരിക്കും. ബാക്കി അക്കങ്ങളുടെ തുക 3 ആയിരിക്കും. സാധ്യമായ അക്കങ്ങൾ 1, 1 ആയിരിക്കും. സംഖ്യ 6, 1, 1, 1 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? 1, 3, 4 ശരി. 1, 2, 3 ശരി. 1, 3, 4 ശരി. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി. ഏതാണ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരി എന്നുള്ളതാണ് അല്ലേ. ദെൻ കൂട്ടക്കയം LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയുള്ള മൃഗശാല സന്ദർശിക്കുവാൻ യാത്രയായി. 1 മണിക്കൂർ കൊണ്ട് അവർ 28 കിലോമീറ്റർ 750 മീറ്റർ യാത്ര ചെയ്തു. മൃഗശാലയിൽ എത്താൻ എത്ര ദൂരം കൂടി ഇനി യാത്ര ചെയ്യണം? 7150 മീറ്റർ. ഓപ്ഷൻ ബി 7 കിലോമീറ്റർ 25 മീറ്റർ. 7250 മീറ്റർ 7 കിലോമീറ്റർ. ആൻസർ എത്രയാണ്? 7250 മീറ്റർ ആണല്ലേ. ഇനി നോക്കൂ, മിനിറ്റ് സൂചി 2-ൽ തുടങ്ങി 7-ൽ എത്താൻ എടുക്കുന്ന സമയം എത്ര? 2-ൽ തുടങ്ങിയിട്ട് 7-ൽ എത്താൻ എടുക്കുന്ന സമയമാണ്. മിനിറ്റ് സൂചിയാണ്. എത്രയായിരിക്കും? അത് 25 മിനിറ്റ് ആണല്ലേ. ഓപ്ഷൻ സി 25 മിനിറ്റ്. ഇനി റിയ 8 പെൻസിൽ 60 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 20 പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണം? 8 പെൻസിൽ 60 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 20 പെൻസിൽ വാങ്ങാൻ എത്ര വേണമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? 20 പെൻസിൽ വാങ്ങാൻ 100 രൂപയായിരിക്കും അല്ലേ. 100 രൂപ. ഓക്കെ, സോറി, 100 രൂപയല്ല, സോറി, ആൻസർ പറഞ്ഞത് തെറ്റിയതാണ്, സോറി. 8 പെൻസിൽ 60 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ 20 പെൻസിൽ വാങ്ങാൻ എത്ര രൂപ വേണമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 8 പെൻസിൽ 60 രൂപയ്ക്കാണെങ്കിൽ 16 പെൻസിൽ എത്ര രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും? 120 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. 8 പെൻസിൽ 60 രൂപയാകുമ്പോൾ അതിൻ്റെ ഇരട്ടി 16 പെൻസിൽ എത്ര രൂപയ്ക്കാവും? 120 രൂപയാവും. ഇനി നമുക്കറിയാം 4 എണ്ണം കൂടി ബാക്കിയുണ്ടല്ലോ. അപ്പം 4, അതായത് 8-ന്റെ പകുതിയല്ലേ 4. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കണ്ടെത്താവുന്നതാണ്. അപ്പം 4 പെൻസിൽ വാങ്ങാൻ എത്ര രൂപയാവും? 30 രൂപയാവും. അപ്പോൾ ടോട്ടല് 16ഉം 4ഉം 20 ആയല്ലോ. അപ്പം 120ഉം 30ഉം കൂട്ടി നോക്കിയാൽ മതി. 150 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, 150 രൂപ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഷോർ താൻ നട്ടുവളർത്തിയ നെല്ലിമരത്തിൽ നിന്ന് കുറച്ചധികം നെല്ലിക പറിച്ചെടുത്തു. പറിച്ചതിൽ പകുതി അയൽപ്പക്കത്തുള്ള തൻ്റെ കൂട്ടുകാരന് കൊടുത്തു. ബാക്കിയുണ്ടായിരുന്നതിൻ്റെ പകുതി തൻ്റെ സഹോദരന് കൊടുത്തു. മിച്ചമുണ്ടായിരുന്ന 25 എണ്ണം അമ്മയുടെ കയ്യിൽ കൊടുത്തു. എങ്കിൽ പറിച്ചെടുത്ത നെല്ലിക്ക എത്ര എണ്ണമായിരുന്നു എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ദെൻ പരിസര പഠനം നോക്കാം നമുക്ക്. സംസ്ഥാനങ്ങൾ, പ്രധാന കലാരൂപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെ? അസം ബിഹു, ആന്ധ്രാപ്രദേശ് ഭരതനാട്യം, ഗുജറാത്ത് ബാംഗ്ര, മഹാരാഷ്ട്ര തമാശ. അപ്പോൾ നോക്കൂ, ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 4 ശരിയാണ്. 1, 3 ശരിയാണ്. 1, 4 ശരിയാണ്. 2, 3 ശരിയാണ്. ഇതിൽ ഓപ്ഷൻ സി 1, 4 ശരിയാണല്ലേ. താഴെ പറയുന്നവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ പെടാത്തത് ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. തരിശു നിലങ്ങളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. വയൽ നികത്തി റബ്ബർ നടുന്നു. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാകുന്നു. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും? താഴെ സംരക്ഷണ പ്രവർത്തനത്തിൽ പെടാത്തത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും കൂട്ടുകാരെ? ഓപ്ഷൻ ഡി അല്ലേ, 2ഉം 3ഉം. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. വയൽ നികത്തി റബ്ബർ നടന്നു. അവയൊക്കെയാണല്ലേ. അപ്പോൾ 2ഉം 3ഉമാണ്. ഇനി താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. സ്വർണം, മെർക്കുറി, വെള്ളി, ബ്രോമിയം. ഏതാണ്? അതെ, മെർക്കുറിയാണല്ലേ. ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങൾ കാലക്രമത്തിനനുസരിച്ച് ക്രമീകരിച്ച കൂട്ടം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതാണ്? ചമ്പാരൻ, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം. ഫസ്റ്റ് ചമ്പാരനല്ലേ വരിക. ഓക്കെ, ചമ്പാരൻ, നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ
35-ാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക. തേൻകുരുവി പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്ത തൂവൽ കുപ്പായം. പരുന്ത്. ബി. ഉളി പോലെ മൂർച്ചയേറിയ ചുണ്ടുകൾ. മരംകൊത്തി. കുഴൽ പോലെ കൊക്കുകൾ. മൂങ്ങ. കൂർത്തു വളഞ്ഞ നഖങ്ങൾ. ഏതാണ് ആൻസർ വരുന്നത്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ. ഓപ്ഷൻ ഡി. ശരിയായ ജോഡി കണ്ടെത്തി എഴുതുക എന്നാണല്ലേ. ഏതാണ് ഇതിൽ ശരിയായ ജോഡി? അതെ, 1 സി, 2 ഡി, 3 ബി, 4 എ എന്നുള്ളതാണല്ലേ. 1 സി, 2 ഡി അല്ലേ. ഡി പരുന്ത് കൂർത്തു വളഞ്ഞ നഖങ്ങൾ. ദെൻ 3 ബി, 4 എ. ഇതാണല്ലേ ആൻസർ വരുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഖരപദാർത്ഥങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയും ഭാരവുമുണ്ട്. ദ്രാവകങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയുണ്ട്. വാതകങ്ങൾക്ക് ആകൃതിയോ ഭാരമോ ഇല്ല. അപ്പോൾ ഏതാണ്? ഖരപദാർത്ഥങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയും ഭാരവുമുണ്ട്. ദ്രാവകങ്ങൾക്ക് സ്ഥിരമായ ആകൃതിയുണ്ട്. വാതകങ്ങൾക്ക് ആകൃതിയോ ഭാരമോ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ, ഓപ്ഷൻ സി 1, 2 എന്നിവ, ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ഖരപദാർത്ഥങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ആകൃതിയും ഭാരവും ഉണ്ട് എന്നാണല്ലേ. ഓപ്ഷൻ എ 1 മാത്രം. കലാരൂപം തിരിച്ചറിയുക. നർമ്മം കലർന്ന സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നു. സാമൂഹിക അനാചാരങ്ങളെയും അനീതിയെയും വിമർശിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. എളുപ്പല്ലേ കൂട്ടുകാരെ? ഏതാണ്? ഓപ്ഷൻ സി തുള്ളലാണ് അല്ലേ ആൻസർ. ഓക്കെ, ഇനി നോക്കൂ. ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം ഇവയ്ക്ക് വേണ്ട സമയം യഥാക്രമം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതായിരിക്കും ആൻസർ? ഏതാണ്? 24 മണിക്കൂർ 365 ദിവസമാണല്ലേ. 24 മണിക്കൂറിനും പരിക്രമണത്തിന് 365 ദിവസം. ഈ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ കൂട്ടം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ കൂട്ടമേത്? ഏതാണ്? കടൽ തീരമില്ലാത്ത ജില്ല ഇടുക്കി, പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളുടെ കൂട്ടം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇടുക്കി, പാലക്കാട്, വയനാട്, കോട്ടയം, പത്തനംതിട്ട. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ കലാരൂപങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെയ്യം തെക്കൻ കേരളത്തിൽ പ്രചാരമുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ്. മാർഗംകളിയുടെ വേഷം ചട്ടയും മുണ്ടുമാണ്. മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഒപ്പന. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ശരി? 1, 2, 3 എന്നിവ ശരിയാണല്ലേ. മാർഗംകളിയുടെ വേഷം ചട്ടയും മുണ്ടുമാണ്. മൂന്നാമത്തെ മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഒപ്പന. അപ്പോൾ 2, 3 ശരിയാണ്, അതായത് ഓപ്ഷൻ എ. ഇനിയൊക്കെ GK ക്വസ്റ്റ്യൻസ് ആണ്, പൊതുവിജ്ഞാനമാണ് നോക്കാനുള്ളത്. ഓടക്കുഴൽ പുരസ്കാരത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആദ്യത്തെ പുരസ്കാര ജേതാവ് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ്. 2026 പുരസ്കാരം ലഭിച്ചത് സാഹിത്യ നിരൂപകൻ EP രാജഗോപാലനാണ്. മഹാകവി G ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഉൾക്കഥ എന്ന കൃതിയിലാണ് 2026 അവാർഡിന് അർഹമായത്. അപ്പോൾ നോക്കൂ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ 2, 3, 4 ശരിയാണല്ലേ. 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ദെൻ 42-ാമത്തെ ചോദ്യം ജില്ലകളുടെ ഔദ്യോഗിക പക്ഷികളായി തിരഞ്ഞെടുക്കുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ. കോഴിക്കോട് മേനിപ്പൊന്മാൻ, കാസർഗോഡ് വെള്ളവയറൻ കടൽപ്പരുന്ത്, തൃശ്ശൂർ മോതിരത്തത്ത, തിരുവനന്തപുരം മയിൽ. ഇതിലേതാണ് ഉത്തരം ശരിയായിട്ടുള്ളത്? അതെ, ഓപ്ഷൻ സി ആണല്ലേ. 1, 2 ശരിയാണ്. ഓപ്ഷൻ സി 1, 2 ശരിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകളല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. പാമ്പാർ ഉത്ഭവിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി വളപ്പട്ടണം പുഴയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കൂ, ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 2, 4 തെറ്റാണല്ലേ. 2ഉം 4ഉം തെറ്റാണ്.
കേതൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കുക. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? പിതാവ് മോത്തിലാൽ നെഹ്റു ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. രാജ്ഘട്ട് ആണ് നെഹ്റുവിന്റെ സമാധി സ്ഥലം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? തെറ്റായതാണല്ലേ. ഇതിൽ ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി 3, 4. ഓപ്ഷൻ സി 3, 4. ഓക്കെ. ദെൻ ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആസ്ഥാനം പൈനാവാണ്. ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള ജില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം ശരിയാണല്ലേ. കേതൻ 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളി ഹോക്കി താരം ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോക്കി താരമാണ് ചോദിച്ചിട്ടുള്ള ആരാണ്? PR ശ്രീജേഷ് ആണല്ലേ. PR ശ്രീജേഷ് ആണ്. ഓപ്ഷൻ സി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതെ, ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി ആണല്ലേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. കേതൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവ ഏതൊക്കെ? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ. രാജ്യം അശോക ചക്ര നൽകി ആദരിച്ചു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഭാരതരത്നം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആക്സിയം മിഷൻ 4 ദൗത്യത്തിന്റെ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണല്ലോ. ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം ശരിയാണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. കേതൻ ലോക അങ്ങാടി കുരുവി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ലോക അങ്ങാടി കുരുവി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 20, ജൂലൈ 20, മാർച്ച് 20, മെയ് 20 എന്നാണ്. മാർച്ച് 20 ആണല്ലേ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏത്? സൈലന്റ് വാലി, ഇരവികുളം, പെരിയാർ, ആറളം. ഏതാ കൂട്ടുകാരെ? അതെ, ആറളമാണല്ലേ. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.